ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് കടായിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ സാധാ സേമിയ ഇല്ലാത്ത കാരണമാണ് ഞാൻ റാഗി സേമിയ വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കണത്. അപ്പോൾ റാഗി സേമിയ കണ്ടിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങി വെച്ചതാണ്. കുറേയൊക്കെ റെസിപ്പി ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നേരം കിട്ടിയില്ല. ഇപ്പോൾ ഇതിൽ തന്നെ ആവട്ടെ, പായസത്തിൽ തന്നെ ആവട്ടെ തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സേമിയ നല്ലോണം ഫ്രൈ ചെയ്തു. അതിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഭയങ്കര ഓവർ കുക്കായി കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലെ വെള്ളവും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഈ പാലൊക്കെ വറ്റി സേമിയ ഒന്നും കൂടെ കുക്ക് ചെയ്യാനുണ്ട്. അതും കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഏറെക്കുറെ നമ്മുടെ പായസം കുറച്ചും കൂടെ ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം കേട്ടോ. നമ്മുടെ പായസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചു നോക്കിയപ്പോൾ സാധാ സെമി ഈ സെമിയും തമ്മിൽ വലിയ വ്യത്യാസവും ടേസ്റ്റ് വ്യത്യാസം എന്നൊക്കെ തോന്നിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.